പടം വളരെ നന്നായിരുന്നു. കുടുംബ പ്രേക്ഷകരെല്ലാവരും വന്ന് ഈ പടം കാണണം. ഇപ്പോൾ എല്ലാവരും നിവിൻ പോളി എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഇതാണ്. എനിക്ക് ഇഷ്ടമാണ് പുള്ളി. പൃഥ്വിരാജ് എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും വരും. ഇന്ദ്രിയത്തിന് എന്താ കുഴപ്പം? നല്ലൊരു മനുഷ്യനാണ്, വളരെ ജാടയില്ലാത്തൊരു പുള്ളിയാണ്. പുള്ളിയുടെ പടം നമ്മളെ പിടിച്ചിരുത്തും. അതായത് നല്ല കോമഡി കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ വേറെ ലെവലാണ്. ആ ഒരു മെസ്സേജ് ഈ പടത്തിനുണ്ട്. പിന്നെ നല്ലൊരു ഫാമിലിയാണ് പടം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും വന്ന് കാണുന്ന ഫാമിലി ആയിട്ടുള്ളൊരു മൂവിയാണ്. നമ്മൾ നേരത്തെ ഇറങ്ങിയ നടികരൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പടം സെറ്റാണ്, സൂപ്പറായിരുന്നു. പിന്നെ എല്ലാ ഫിലിമിലും ഓരോ കോംബോ എന്ന് പറയുന്നത് നമ്മുടെ പഴയ സിനിമയിലെ സൂപ്പർ ഹിറ്റ് സോങ്ങുകളാണ്. മാരിവില്ലിൻ ഗോപുരങ്ങൾ വെണ്ണിലാവായ് മച്ചകങ്ങൾ സൂപ്പറായിരുന്നു കേട്ടോ. അത് ഇച്ചിരി ഉള്ളൂ കേട്ടോ. കുഴപ്പമില്ല, നല്ല ഫിലിമാണ്. കുട്ടികൾക്ക് കാണാൻ കണ്ടിട്ടൊക്കെ കുഴപ്പമില്ലായിരുന്നു. ഫാമിലി നല്ല സ്റ്റോറിയാണ്. കുഴപ്പമില്ല, കണ്ടിരിക്കാം, ബോറടിക്കുന്നില്ല. നടക്കുന്ന ഇഷ്യൂസൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു എൻ്റർടൈനറാണ്, കൊള്ളാം. ഓക്കെ ആയിരുന്നു. വലിയ അടിപൊളിയല്ല, വലിയ ലോ അല്ല, മീഡിയം. എടുത്ത് പറയാനായിട്ട് അല്ല, ഓക്കെ ആക്ച്വലി ഓക്കെ, ആവറേജ് അത്രേ ഉള്ളൂ. ഇത് നല്ലതായിരുന്നു. നല്ല തല്ലിപ്പൊളി പടമായിരുന്നു. ഇവൻ പറയും എക്സ്പെക്ടേഷൻ എത്തിയില്ല. കുഴപ്പമില്ല, നല്ലത്. ഇഷ്ടപ്പെട്ട നല്ലൊരു ഫാമിലി എൻ്റർടൈനർ, നല്ല ഫാമിലി. കുഴപ്പമില്ല. കുറേ നേരം വലിച്ചു നീട്ടിട്ടുണ്ടായിരുന്നായിരുന്നു. ലാസ്റ്റിൽ അടിപൊളിയായിരുന്നു. കുഴപ്പമില്ല. പടം കൊള്ളാം, അടിപൊളി. കുഴപ്പമില്ല, ഒരു ആവറേജ്. കുഴപ്പമില്ല, കൊള്ളാം. കൊള്ളാം, സൂപ്പർ പടം. തമാശ പാട്ടെല്ലാം. സീരിയസും കഥ കോമഡി എല്ലാം അടിപൊളി. ചെറിയ സിനിമ, നല്ല സിനിമ, നല്ല സിനിമ. ഇഷ്ടപ്പെട്ട കോമഡി ഉണ്ട്. ആ കുട്ടി കൊള്ളാം. രണ്ടാമത് അടിപൊളിയായിട്ട്. അടിപൊളി, ഇഷ്ടം, നല്ല പടം. ഒരു വൺ ടൈം വാച്ച്, കുഴപ്പമില്ല, കണ്ടിരിക്കുക. അത് അത്രയും ഒരു സ്ലോ പേസ്ഡാണ്, കുഴപ്പമില്ല. ഒരു വൺ ടൈം വാച്ചബിളാണ്. ഇതിനകത്ത് കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. എനിക്കിഷ്ടപ്പെട്ടു. ഒരു വൺ ടൈം വാച്ച്, ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു പടം. ലൈക്ക് ഫാമിലി എന്റർടൈൻമെന്റ് ഒക്കെ പോലെ ഫാമിലിയാണ്. അതുപോലെ തന്നെ നമുക്ക് യൂത്തിനും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു പടം. നല്ല അഭിനയം കേട്ടോ, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല പടം. മെസ്സേജ് കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു മൂവിയല്ല, പക്ഷെ എന്നാലും സോഷ്യലി റെലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നല്ല മൂവി. നല്ല സിനിമയായിരുന്നു. ഇതേ ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന എല്ലാവരും സൂപ്പറായിരുന്നു. ഇന്ദ്രജിത്തും പിന്നെ മറ്റേ ബിൻസി സൂപ്പർ. നല്ല പടമായിരുന്നു. ഫീൽ ഗുഡ് മൂവിയാണ്, ഫാമിലീസിന് ഇഷ്ടപ്പെടും. അതെ, ഒരു മെസ്സേജ് ഉണ്ട്. നല്ലതാ. ഇന്ദ്രജിത്തിന്റെ കമ്മിങ് ബാക്ക് ആണ്, കൊള്ളാം. ഫാമിലി മെസ്സേജ് തരുന്ന മൂവിയാ, കൊള്ളാം. നല്ല പടം, കണ്ടിരിക്കാം. ഫാമിലി ആയിട്ട് കാണാൻ പറ്റും. മെസ്സേജ് ഒന്നുമില്ല, കണ്ടിരിക്കുക. അത്ര ഓക്കെ, അത്ര കൊള്ളായിരുന്നു. അഭിനയം കൊള്ളായിരുന്നു. ഓ കൊള്ളാം, അടിപൊളിയായിരുന്നു. മാരിവില്ലി ഗോപുരങ്ങൾ നന്നായിരിക്കും. സിയാദ് വക്കറിൻ്റെ പടം നല്ല ഇന്നിറങ്ങിയിൽ നല്ല പടം ആണ്. അതെ, കൊള്ളാം. ഒരു ഫാമിലി പിക്ചറാണ്. അതെ, പെർഫോമൻസ് ഒക്കെ നന്നായിരിക്കും. രണ്ട് പിള്ളേർ ലേഡി ഇന്ദ്രിയത്ത് നന്നായിരിക്കും. നല്ലൊരു അഭിനയം കാഴ്ചവെക്കുന്നുണ്ട് ഇന്ദ്രിയത്ത്. ഞാൻ കുഴപ്പമില്ല, ഒരു ഫാമിലി മാറ്റർ. കണ്ടുകൊണ്ടിരിക്കുക, കുടുംബ ചിത്രം. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം. ഞാൻ ആക്ച്വലി ഫിലിംസ് ഒന്നും കാണുമ്പോൾ പണ്ട് മുതൽ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഫിലിംസ് കണ്ടു തുടങ്ങുമല്ലോ. ഞാൻ വലിയതെന്നല്ല പറയുന്നത്, ബട്ട് ഞാൻ അങ്ങനെ എക്സ്പെക്ടേഷൻസ് ഒരുപാട് വയ്ക്കാറില്ല പൊതുവേ. ആരുടെ ലാലേട്ടൻ്റെ ആരുടെ നമ്മൾ ടീച്ചറിൻ്റെല്ലാം കാണുന്നതല്ലല്ലോ സിനിമ എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ഗ്ലിംസ് അല്ലേ. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ലൈറ്റ് ഹാർട്ടഡ് ഫിലിമാണ്.
പിന്നെ ഇതിൻ്റെ കണ്ടൻറ്റ് നമുക്ക് സൊസൈറ്റിയിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു മെയിൻ കണ്ടൻറ്റാണിത്. പക്ഷേ അത് വളരെ ലൈറ്റായിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ ഈ പടം ആക്ച്വലി ഇതിന് നല്ലൊരു ശതമാനം കൊണ്ടുവന്നതിൻ്റെ മ്യൂസിക്കാണ്, വിജയജിയുടെ മ്യൂസിക്കാണ്. പിന്നെ എന്താണ് എടുത്തു പറയുന്നത്, ഈ വിൻസിയൊക്കെ വന്ന ശേഷം പടത്തിൻ്റെ ഗ്രാഫ് മാറുന്നുണ്ട്. പക്ഷേ ഇച്ചിരി ഹ്യൂമർ ഒരുപാട് നല്ല രീതിയിൽ എലമെൻറ്റ് പക്ഷേ നല്ല വർക്കൗട്ട് ആവുന്നുണ്ട് പല സിറ്റുവേഷൻസിലും സീൻസിലും. അപ്പോൾ എനിക്ക് വളരെ അത്യാവശ്യം കൊള്ളാം. ഞാൻ ഇതിൽ ആക്ച്വലി ഇതിൻ്റെ ഒരു ഗ്രാഫ് പോലെയാണ് പോകുന്നത്. പക്ഷേ ഇത് കാണണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു ജസ്റ്റ് ഒന്ന് വൺ ടൈം വീട്ടിൽ വന്ന് ഒരു ജസ്റ്റ് ഒന്ന് വന്ന് കണ്ട് ഒന്ന് വൈബ് ചെയ്തിട്ട് പോകാം. എന്ന് വെച്ചാൽ ഞാൻ വലിയ ഇതല്ല, പക്ഷേ ഒരു ലൈറ്റ് കണ്ടൻറ്റാണ്. എന്നാൽ അതിൻ്റെ റിലവൻസ് വളരെ സീരിയസ് ആണ് ഈ ജനറേഷനിൽ. അപ്പോൾ അത് വളരെ ലൈറ്റായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയാം, ലൂക്കയും കഴിഞ്ഞിട്ട് ഇത് വന്നപ്പോൾ അദ്ദേഹം ആക്ച്വലി ആസ് എ ഡയറക്ടർ എന്ന നിലയിൽ അദ്ദേഹം നല്ല രീതിയിൽ എനിക്ക് കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഈ രണ്ട് പടങ്ങളും എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആണ്.